അതാണ് ലോഹയുഗം. ഈ ലോഹയുഗത്തിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ട് വെങ്കലയുഗം. പാലിയോസും ലിത്തോസും എന്ത് പദങ്ങളാണ്? ഗ്രീക്ക് പദങ്ങളാണ്. ഇനി പാലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശിലയെ പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെ, അതിന് മാറ്റം വരുത്തേണ്ടി വരും. ഇതാണെന്ന് മാതൃശില. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെ കൽശിലകളാണ് എന്നാണ് പറയുന്നത്. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ഇതെന്ന് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്റർ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അതിലുള്ള പല കാര്യങ്ങളും നമുക്കിതിൽ പഠിക്കാനുണ്ട്. എക്സ്ട്രാ പല കാര്യങ്ങളും എന്ത് ചെയ്യാനുണ്ട്? നമുക്കിവിടെ ആഡ് ചെയ്യാനും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 1ാം ചാപ്റ്റർ ഏതാ മക്കളെ? ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഇതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ നോക്കിയേ, എന്താണ് ഈ ശിലായുഗം എന്ന് പറഞ്ഞാൽ? മനുഷ്യന്മാർ കല്ലുകൾ കൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ നമുക്കെന്ത് പറയാം? ശിലായുഗം എന്ന് പറയാം. ശില എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കല്ല് എന്നാണ് അല്ലേ? കല്ല് കൊണ്ട് ഉപകരണങ്ങൾ അല്ലേ? ഉപകരണങ്ങൾ അതേപോലെ തന്നെ ആയുധങ്ങളും അല്ലേ? ആയുധങ്ങളും ഉണ്ടാക്കിയിരുന്ന ആ കാലഘട്ടമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ശിലായുഗത്തിന് നമുക്ക് 3ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റൂലേ? നമ്മളത് 8ാം ക്ലാസ്സിൽ പഠിച്ചാന്നല്ലോ അല്ലേ? എന്താണ്? ശിലായുഗത്തിന് നമുക്ക് 3ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാന്ന് ഒന്ന് പറഞ്ഞേ. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രാചീന ശിലായുഗം അല്ലേ? പ്രാചീന ശിലായുഗം. ഓക്കെ അല്ലേ? ശിലായുഗം. രണ്ടാമതായിട്ട് ഏതാ മക്കളെ? നമുക്കറിയാം മധ്യ ശിലായുഗമാണ് അല്ലേ? മധ്യ ശിലായുഗം എന്ന് പറയും. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും നവീന ശിലായുഗം. ഓക്കെ അല്ലേ? നവീന ശിലായുഗം. ഓക്കെ അല്ലേ? യുഗം. ഓക്കെ, യെസ്. എന്ന് നോക്ക്, പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ്. ഇനി ഈ ശിലായുഗം കഴിഞ്ഞാൽ പിന്നെ ഏത് യുഗമാണ്? നമ്മൾ ഓൾറെഡി അതും നമുക്ക് അറിയാവുന്നതാണ്. മറ്റൊന്നുമല്ല, ഏതാണ്? മെറ്റൽ ഏജ് അല്ലെങ്കിൽ ലോഹയുഗം എന്ന് പറയും. ഏതാണ്? ലോഹയുഗം. ഈ ലോഹയുഗത്തിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ട് വെങ്കലയുഗം. ഏതാണ്? വെങ്കല യുഗം എന്ന് പറയും. രണ്ടാമതായിട്ട് ഇരുമ്പ് യുഗം അല്ലേ? ഇരുമ്പ് യുഗം. ഇതിനൊക്കെ ഈ ഒരു പേര് വരാൻ കാരണങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അത് പറയും. ഇനി നോക്കിയേ, ഈ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. അതിനെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെന്ത് പേരിൽ അറിയപ്പെടുന്നത്? താമ്രശിലായുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? താമ്രശിലായുഗം എന്ന പേരിലാണ് അല്ലേ അറിയപ്പെടുന്നത്. എന്താണ് താമ്രം എന്ന് പറഞ്ഞാൽ? ചെമ്പ് എന്നർത്ഥം അല്ലേ? മനുഷ്യന്മാർ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലോഹം ഏതാണ്? അത് താമ്രം അഥവാ ചെമ്പാണ്. ചെമ്പും ശിലയും അല്ലേ? ചെമ്പും കല്ലും ഒരുമിച്ച് ഉപയോഗിച്ചുള്ള കാലഘട്ടമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? താമ്രശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇത്ര പോലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഓർത്ത് വെക്കണം. ശിലായുഗം 3ആയിട്ട് തിരിക്കുന്നു, ലോഹയുഗം 2ആയിട്ട് തിരിക്കുന്നു. ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി എന്താണ് ശിലായുഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി പറയുന്നു. എന്താണ്? മനുഷ്യൻ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കല്ലുകൾ കൊണ്ടാണ് അല്ലേ? അതുകൊണ്ട് ചരിത്രകാരന്മാർ ആ ഒരു ഘട്ടത്തിന് എന്ത് പറയുന്നു അല്ലെ? ആ ഒരു കാലഘട്ടത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ശിലായുഗം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാം. ശില എന്ന് പറഞ്ഞാൽ കല്ല് എന്ന് അർത്ഥം. ഓക്കെ, അതിൽ ഒന്നാമത്തെ യുഗമാണ് ഏത് മക്കളെ? പ്രാചീന ശിലായുഗം. വീണ്ടും നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. 2 വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പാലിയോസും ലിത്തോസും. ഓക്കെ അല്ലേ? പാലിയോസ്. ഓക്കെ അല്ലേ? പാലിയോസ് അല്ലേ? പ്ലസ് എന്തെന്ന്? ലിത്തോസ് അല്ലേ? ലിത്തോസ്. രണ്ടും എന്ത് വേർഡാണ്? രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പാലിയോസും ലിത്തോസും എന്ത് പദങ്ങളാണ്? ഗ്രീക്ക് പദങ്ങളാണ്. ഇനി പാലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം എന്ന അർത്ഥം. എന്താണ്? പ്രാചീനം എന്നാണ് പാലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശില അല്ലെങ്കിൽ കല്ല് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ
പാലിയോസ് പ്രാചീനം, പഴയത് എന്നർത്ഥം, ലിത്തോസ് ശില എന്നർത്ഥം. അപ്പോൾ പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് പ്രാചീന ശിലായുഗം എന്ന് അർത്ഥം. രണ്ടും പാലിയോസ് ലിത്തോസ് എന്ത് വേർഡാണ്? അത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള കല്ലുകളെ അല്ലെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാനപ്പെട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞത്. അതായത് കല്ലുകൾ ഉപയോഗിക്കുന്നതിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് മക്കളെ അറിയപ്പെടുന്നത് എന്തെന്ന്? പ്രയോജനപ്പെടുത്തൽ എന്ന് പറയും. നിങ്ങൾ ഈ കല്ല് കണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ശില നിങ്ങൾ കണ്ടില്ലേ അല്ലേ? എന്താണിത്? നോക്കിയേ, ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രയോജനപ്പെടുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം ആദ്യകാല മനുഷ്യന്മാർ പ്രധാനമായിട്ടും ഉപകരണങ്ങളായിട്ട് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയുള്ള ശിലകളാണ്? പരുക്കൻ ശിലകളാണ് അല്ലേ? ആ പരുക്കൻ ശിലകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയെ നമുക്ക് എന്താ പറയാം? പ്രയോജനപ്പെടുത്തൽ അഥവാ യൂട്ടിലൈസേഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടി പോകുമ്പോൾ അത് രൂപമാറ്റം വരുത്താൻ എന്ത് ചെയ്യുക? ആ പരുക്കൻ ശില അതേപോലെ ഉപയോഗിക്കുക. അതാണ് എന്തെന്ന്? പ്രയോജനപ്പെടുത്തൽ അല്ലേ? രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണാൻ പറ്റും. എന്താണ്? രൂപമാറ്റം വരുത്തലാണ്. അതായത് ലഭ്യമായ കല്ലുകൾ എന്ത് ചെയ്യുക? ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്ന രീതി അല്ലേ? ഇതേ വലിയ ശിലേനെ അല്ലേ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് മാറ്റുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അതായത് ലഭ്യമായ കല്ലുകൾ എന്ത് ചെയ്യുക? ആവശ്യാനുസരണം എന്ത് ചെയ്യുക? രൂപമാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? രൂപമാറ്റം വരുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫാഷനിങ് എന്ന് പറയും. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ഘട്ടം എന്താണ് നോക്കിയേ? എന്താണ്? ക്രമവൽക്കരണം എന്നാണ് പറയുന്നത്. അതായത് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? നിങ്ങൾ നോക്കി ഏറ്റവും ആദ്യമുള്ള ഈ ഒരു ഷേപ്പാണോ മക്കളെ ഇതിനുണ്ടാവുക? അല്ല, ഓരോരോ ആവശ്യത്തിനും ഓരോരോ രീതിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ഒരു കല്ല് ഉപയോഗിച്ചു. പക്ഷേ അതിനെ മുറിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അതിനെ പീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കല്ല് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് വേണം? ആ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശിലയെ പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും അല്ലെ? അതിന് മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ ഓരോരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്രമവൽക്കരണം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് മാതൃശിലകളും കൽച്ചീളുകളും എന്ന് പറയുന്നത് അല്ലേ? എന്താ ഈ മാതൃശില? എന്താണ് കൽച്ചീളുകൾ? ഓക്കെ അല്ലേ? നോക്കിയേ, എന്താണ് മാതൃശില എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കല്ലിനെ 2ഓ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? മാതൃശില എന്ന് പറയാം. ഇനി അതേ മാതൃശിലയിൽ നിന്നും തെറിച്ച് പോകുന്ന ചെറിയ കുഞ്ഞു കല്ലുകൾ ഉണ്ടാവില്ലേ? ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ? അതിന് നമുക്ക് എന്ത് പറയാം? കൽച്ചീളകൾ എന്നും പറയാം. അതായത് ഇത് വലിയൊരു പാറക്കല്ല് ആണ് എങ്കിൽ അല്ലെ, ഇതിനെ നമ്മൾ പീസ് ആക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അല്ലെ? പല രീതിയിൽ അങ്ങ് ചെതറി അങ്ങ് പോവും അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കഷ്ണം ഏതാണ്? ഈ ഒരു കഷ്ണമല്ല, ഏറ്റവും വലിയ കഷ്ണം ഇതാണെന്തെന്ന്? മാതൃശില. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെ കൽച്ചീളകളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാതൃശിലയും കൽച്ചീളുകളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഇനി എന്താ മക്കളെ പറഞ്ഞത്? നോക്ക് അല്ലേ, പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളും മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ, ആദ്യകാലം മുതലേ നമുക്കറിയാം എല്ലാം ശിലകൾ കൊണ്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമായിരുന്നു. പക്ഷേ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യന്മാർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? എല്ലുകൾ കൊണ്ട് അല്ലെ, മീനിൻ്റെ മുള്ളുകൾ കൊണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ചില ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, കുറച്ച് ചിത്രങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ് മക്കളെ? ഗുഹാചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ? ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ? അതിൽ ആ ഒരു പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തേത് ഷോവെ, ഓക്കെ അല്ലേ? ഷോവെ. അതേപോലെ തന്നെ രണ്ടാമത്തേത് ലാസ്കോ, ഓക്കെ അല്ലേ? ലാസ്കോ. മൂന്നാമതായിട്ട് കുസാക്ക്. എന്താണ്? കുസാക്ക് അല്ലേ? കുസാക്ക്. ഇത് മൂന്നും എവിടെയാണ് മക്കളെ? ഇത് മൂന്നും ഫ്രാൻസിലാണ് കേട്ടോ.
ഓക്കെ, ഫ്രാൻസിലെ ഗുഹാചിത്രങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലേ. കോമൺ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഷോവയിലായാലും ലാസ്കോയിലായാലും മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുസാക്കിലാണെങ്കിൽ സ്ത്രീയുടെ ചിത്രം കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, റഷ്യയിലെ സറൈസ്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ആനക്കൊമ്പിൽ നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സ്പെയിനിലെ ലാഗർമ അല്ലേ, ലാഗർമ എന്ന് പറയുന്ന ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള അസ്ഥികളിലെ കൊത്തുപണികളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ആദ്യകാല മനുഷ്യന്മാരുടെ കലാസൃഷ്ടിക്ക് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീയുടെ ചിത്രമായാലും മൃഗങ്ങളുടെ ചിത്രമായാലും ഒക്കെ എന്താണ്, അവർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റും, ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഷോവെ, ലാസ്കോ, കുസാക്ക് എവിടെ, ഫ്രാൻസിൽ. അതേപോലെ തന്നെ ലാഗർമ ഗുഹകൾ എവിടെയാണ്, സ്പെയിനിൽ. അതേപോലെ തന്നെ റഷ്യയിൽ എന്താണ്, സറൈസ്ക് ഗുഹകൾ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അതും കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി എന്താ പറഞ്ഞത്, ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു അല്ലേ, വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത് നമ്മൾ 8ാം ക്ലാസ് എന്തിട്ടുണ്ട്, ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ. ചെങ്കൽ പൊടികളും പച്ചില ചാറുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്തിട്ടുണ്ട്, നിറങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ കൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി എന്താ പറഞ്ഞത്, ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. ചെങ്കൽ പൊടി ഉപയോഗിക്കും, അതേപോലെ തന്നെ പഴത്തിൻ്റെ ചാറുകൾ ഉപയോഗിക്കും, അതേപോലെ തന്നെ മരത്തിൻ്റെ തോലുകളും ചെടികളും കായ്കളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ചിത്രങ്ങൾ വരച്ചിരുന്നു അല്ലെ. എങ്ങനെ, സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. പിന്നെയോ കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, അടയാളം ഉണ്ടാക്കി വെക്കും, അതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യും, അവർ ഇത്തരത്തിലുള്ള ചായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെയോ ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. 8ാം ക്ലാസ് നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്, അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് വരികയാണ് ചെയ്യുന്നത്. പിന്നെയോ പ്രാചീന മനുഷ്യർ ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും തെളിവായിട്ട് ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കാണാൻ വേണ്ടി പറ്റും. ആലോചിക്കുക, എത്ര വർഷം മുമ്പ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യം. ഓക്കെ അല്ലേ. ഇനി മറ്റെന്താ പറഞ്ഞത്, പ്രാചീന ശിലായുഗകാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, എടുത്തങ്ങ് ചോദിക്കും അല്ലേ. എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്, ഒന്നാമതായിട്ട് നമുക്കറിയാം പരുക്കൻ കല്ല് ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയോ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വസിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും സ്ഥിരതാമസമാക്കുന്നുണ്ടോ, എവിടെയും എന്തില്ല അല്ലേ, സ്ഥിര താമസം ഇല്ല അല്ലേ, താമസം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഇവരെന്ത് ചെയ്യും, തുറസായ സ്ഥലങ്ങളിലും ഗുഹകളിലും ഒക്കെ എന്ത് ചെയ്യും, അവരങ്ങനെ വസിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ അല്ലേ. വേട്ടയാടൽ, പരുക്കൻ ശിലകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, വേട്ടയാടുമായിരുന്നു. പിന്നെ ശേഖരണം, ഇതൊക്കെയായിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ. പിന്നെയോ ബാൻഡുകൾ ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ബാൻഡുകൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണിതെന്ന് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ, ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ, 100-ൽ താഴെ അംഗങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർ അല്ല, ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന കാര്യം എന്താണ്, അത് രക്തബന്ധമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അല്ലേ, ഇവരെയാണ് നമ്മളെന്ത് പറയുക, ബാൻഡുകൾ എന്ന് പറയുക, പറ്റങ്ങൾ എന്ന് പറയാം അല്ലേ. ഒരു കുഞ്ഞു സമൂഹമായിരിക്കും, 100-ൽ കൂടുതൽ 100-ൽ കുറവ് അംഗങ്ങളുള്ള ചെറിയ ഒരു കൂട്ടം ആൾക്കാർ, അതിനെയാണ് എന്ത് പറയുന്നത്, ബാൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ബാൻഡുകൾ ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. പിന്നെയോ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഓക്കെ അല്ലേ, അതും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെയോ ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. അന്നന്ന് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളാവട്ടെ അല്ലെങ്കിൽ കായ്കനികളാവട്ടെ അതെന്ത് ചെയ്യൂല, എവിടെയും ശേഖരിച്ച് വെക്കൂല, എന്ത് ചെയ്യും, അന്നൊന്നും ചെയ്യും അവർ ഉപയോഗിക്കും. അപ്പോൾ ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. പിന്നെയോ നാടോടി ജീവിതമാണ് നിലനിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ സ്ഥിരതാമസം ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇത്ര പോലെയാണ് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ. ഇനി പ്രാചീന ശിലായുഗം കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യ ശിലായുഗമാണ് നമുക്കിനി പറയാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് മറ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.
ബാക്കിയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം.